ഹായ്, ഇത് പുതിയ മാക്ബുക്ക് എയർ പ്രോ M4 അൺബോക്സിംഗ് ആണ്. നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയുണ്ടെന്ന്. ഇത് പുതിയ M4 ചിപ്പാണ്. M4 2025 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. 16 GB മെമ്മറി, 512 GB സ്റ്റോറേജ്, SSD ആണ്. മാക്ബുക്ക് എയർ ഫ്രഷ് പീസ് വന്നത്. നമുക്കത് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. സെറ്റിങ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനീഷ്യൽ അൺബോക്സിംഗ് ആണ്. വാവ്, സിൽവർ ആണ് ഞാൻ പ്രിഫർ ചെയ്തത്. അത് എലിഗൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ലാസ്റ്റ് ചെയ്യുമെന്നും കേട്ടു. This is it. Okay. ബോക്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചാർജറാണ്. ഇതിൻ്റെ അഡാപ്റ്ററും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. അഡാപ്റ്ററും ചാർജറും ഉണ്ട്. ഭാഗ്യം അഡാപ്റ്റർ ഇല്ല. ഇനിയിപ്പോൾ ഒന്ന് വേറെ വേണ്ടി വന്നേനെ. ഫോണ് കുറവാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഓക്കെ, ഈ ടൈപ്പാണ് അഡാപ്റ്റർ. പിന്നെ ഇതിൻ്റെ വാറണ്ടി ബുക്ക്, ഗ്യാരണ്ടി കാർഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, മാക്ബുക്ക് എയർ, ചാർജർ. അപ്പോൾ സ്വിച്ച് ഓൺ കർമ്മം നടത്തി നോക്കാം. അല്ലേ, എവിടെ സ്വിച്ച് ഓഫ് ആകാൻ? ഇവിടെ ഓഡിയോ പോർട്ടുണ്ട്. ഇവിടെ ചാർജിങ് പോർട്ടുണ്ട്. മാഗ്നറ്റിക് ചാർജാണ്. തണ്ടർ ബോൾട്ട് ചാർജ് ഉണ്ട്. C ടൈപ്പാണുള്ളത്. മേ ബി ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഒന്ന് ചാർജ് ചെയ്തിട്ട് ഓണാക്കി വെച്ച് നോക്കാം. ഇത് ടേൺ ഓൺ ആക്കി ഇപ്പോൾ. എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മാഗ്നറ്റിക് ചാർജറാണ് കിട്ടിയിരിക്കുന്നത്. തൊട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല പിടിച്ച് ഇരിക്കും. അടുപ്പിച്ചാൽ മതി, വലിച്ച് അടുത്ത്. നല്ല സ്ട്രോങ് മാഗ്നറ്റാണ്. പിന്നെ നല്ല നീളമുള്ള ചാർജറാണ് എന്തായാലും ഇപ്രാവശ്യം മാക്ക് തന്നിരിക്കുന്നത്. നല്ല സൗകര്യമുണ്ട്, ചെറുതല്ല. അപ്പോൾ ഈ പൈസയ്ക്ക് ബെസ്റ്റായിട്ടുള്ള ലാപ്ടോപ്പാണ്. M5 ചിപ്പായത് കാരണം വളരെ അപ്ഗ്രേഡിങ് വന്നിട്ടുണ്ട്. മിന്നൽ വേഗത്തിൽ പണിയെടുക്കുമെന്നൊക്കെയാണ് റിവ്യൂ കണ്ടിട്ടുള്ളത്. എന്തായാലും ഉപയോഗിച്ച് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ വിൻഡോസിൽ നിന്ന് മാക്കിലേക്ക് ഡോക്യുമെൻറ്റ്സ് മാറ്റാനുള്ള ശ്രമത്തിലാണ്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. തിരക്കിടില്ല എന്ന് തോന്നുന്നു. ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി.